നമസ്കാരം. ധനി സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ വരുന്നത് റിവിഷനാണ്. 2023 LGS ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 184 2023, 189, അതുപോലെ തന്നെ 213 ക്വസ്റ്റ്യൻ കോഡുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. റിവിഷൻ നന്നായി ചെയ്യുക. ഇനിയുള്ള എക്സാംസിനെല്ലാം നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തന്നെ ക്വസ്റ്റ്യൻസ് നന്നായി റിവിഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് വൺ, വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേരെന്താണ്? വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ചങ്ങമ്പുഴ. വാഴക്കുല ചങ്ങമ്പുഴയുടെ കവിതയാണ്. വാഴക്കുല ചങ്ങമ്പുഴ. എന്നാണ് ലോക പരിസ്ഥിതി ദിനം? ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ആൻസർ ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏതാണ്? കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏതാണ്? ദേശീയ പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. ദേശീയ പക്ഷി, കേരളത്തിൻ്റെ ദേശീയ പക്ഷി മലമുഴക്കി വേഴാമ്പൽ. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? പാരീസ്. ഇപ്പോൾ 24 ഒളിമ്പിക്സ് പാരീസ്. ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് കാണപ്പെടുന്നത്? ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. നമുക്കറിയാം അല്ലേ, ബാണാസുര അണക്കെട്ട് വയനാട്. അവിടെ കഴിഞ്ഞുള്ള ഭാഗമാണെന്ത്? കബിനിയൊക്കെ വരുന്ന അങ്ങോട്ടുള്ള ഭാഗത്താണ് വരിക. ബാണാസുര അണക്കെട്ട് വയനാട് ജില്ലയിലാണ്. ചുരൽമല ഇത് രണ്ട് ഭാഗത്തായിട്ട് വരിക. ബാണാസുര അണക്കെട്ട് വയനാടാണ് സ്ഥിതി ചെയ്യുക. അതിനടുത്ത് തന്നെയാണ് എന്ത്? കബിനി നദിയുള്ളത്. നെക്സ്റ്റ്, മുൻ ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഏതാണ് ചോദിച്ചെന്ന് പറയാം നമുക്ക്? രാമേശ്വരം. അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഏതാണ്? രാമേശ്വരം അല്ലേ. അദ്ദേഹം മുൻ പ്രസിഡൻ്റാണ്. പിന്നെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ്, ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ്. ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? ശ്രീലങ്കൻ തലസ്ഥാനം ഏതാണ്? കൊളംബോ. ശ്രീലങ്കൻ തലസ്ഥാനം കൊളംബോയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ അല്ലേ. അവിടെയാണ് മരുഭൂമികളൊക്കെ ഉള്ളത്, ഥാർ മരുഭൂമി. നെക്സ്റ്റ് വൺ, നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? ശ്രീമതി വീണ ജോർജ്. ചില വ്യവസായ യൂണിറ്റുകളുടെ പേരിൽ ചുവടെയുണ്ട്. മാരുതി ഉദ്योग, അമൂല്, ഓയിൽ ഇന്ത്യ, റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇവയിൽ സഹകരണ വ്യവസായത്തിന് ഉദാഹരണം കണ്ടെത്തുക. എത്രണ്ണം ഉണ്ട്? 2 2 മീൻസ് എന്താണ് പറയുക? നമ്മുടെ അമൂൽ അല്ലേ. സഹകരണ വ്യവസായത്തിൽ പോകുന്നത് അമൂലാണ് അല്ലേ. അമൂൽ വ്യവസായങ്ങളാണ് സഹകരണ വ്യവസായത്തിൽ പോവുക. നെക്സ്റ്റ് വൺ, സൂചന നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ സ്റ്റീൽ ആൻഡ് വർക്ക്സ് ലിമിറ്റഡ്. റൂർക്കല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. മേൽ സൂചനകളിൽ നിന്നും ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ആൻസർ 2 ശരിയല്ല. നെക്സ്റ്റ് വൺ, ഇതിൽ വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത് എന്താണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണെന്ത്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് അല്ലേ. അതായത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ്. റൂർക്കല സ്റ്റീൽ പ്ലാന്റ് ആരുടെയാണ്? റൂർക്കല ജർമ്മനിയാണ് അല്ലേ. റൂർക്കല റഷ്യ അല്ല, ജർമ്മനിയാണെന്നറിയാം നമുക്ക്. നെക്സ്റ്റ് വൺ നോക്കാം. ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശികവാദത്തിൻ്റെ പേര് തിരിച്ചറിയുക. പ്രാദേശികവാദത്തിൻ്റെ പേര് തിരിച്ചറിയുക. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നു. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു. ആൻസർ ഇതാ വരിക നമുക്ക്? ലൂ ആണ് വരുന്നത്. ലൂ. ഉത്തരേന്ത്യയിൽ നിന്ന് ഓർക്കുമ്പോൾ എന്താ വരിക? ലൂ, ഉഷ്ണക്കാറ്റ് അല്ലേ. ലൂ ആണെന്ന് ഓർക്കാം. നെക്സ്റ്റ്, താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെന്ന് കണ്ടെത്തുക. ഉത്തരായനരേഖ, ഭൂമധ്യരേഖ, ദക്ഷിണായനരേഖ, ആർട്ടിക് വൃത്തം.
ഇത് ഏത് അക്ഷാംശരേഖയിൽ കൂടിയാണ് കടന്നു പോകുക എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ്? ഒന്ന് മാത്രം, ഉത്തരായനരേഖ മാത്രമാണെന്ത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശരേഖ. ഉത്തരായനരേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശരേഖ എന്ന് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് വൺ, പ്രസ്താവന പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. സൂചനയാണ് മഹാനദി, പെരിയാർ, താപ്തി, ലൂണി. ഇതിൽ അറബിക്കടലിൽ പതിക്കുന്നവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 3 മീൻസ് പെരിയാറും താപ്തിയുമാണ് അറബിക്കടലിൽ പതിക്കുന്നവ. പെരിയാറും താപ്തിയുമാണ് അറബിക്കടലിൽ പതിക്കുന്നവ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? കൊൽക്കത്ത, ഡൽഹി, കൊച്ചി, ചെന്നൈ. ആൻസർ എന്താ വരിക? ഡൽഹിയാണ് ഏറ്റവും വലിയ മെട്രോ റെയിൽ. അല്ലേ, ഏറ്റവും വലിയ മെട്രോ റെയിൽ എന്താണ്? ഡൽഹിയിലാണ്. ഏറ്റവും വലിയ മെട്രോ റെയിൽ ഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത്? ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ. ആൻസർ ന്യൂഡൽഹി, വാരണാസി. ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ എവിടെയാണ്? ന്യൂഡൽഹി, വാരണാസി. ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ എവിടെയാണ്? ന്യൂഡൽഹി മുതൽ വാരണാസി വരെ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ബ്രഹ്മപുത്ര നദിയിൽ സദിയ മുതൽ ധുബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ദേശീയ ജലപാത 2. ഇന്ത്യയിലെ പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങൾ ചുവടെ കൊടുത്തിട്ടുണ്ട്. ഇവയിൽ പശ്ചിമതീര തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഏതൊക്കെയാണ്? 1ഉം 4ഉം നെവഷേവയും കണ്ടിലയും. പശ്ചിമതീര തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? നെവഷേവയും കണ്ടില. നെവഷേവ, കണ്ടില്ല. പശ്ചിമതീരം അല്ലേ? പശ്ചിമതീരം നമ്മൾ ഇവിടെ വരിക, ഇന്ത്യ വരയ്ക്കുക. ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ് അല്ലേ? ഇവിടെ ഗുജറാത്ത് വരും അല്ലേ? ഇവിടെയാണ് കണ്ടില്ല വരിക. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആരാണ്? എളുപ്പം പോലെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ശില്പി. ഓക്കെ. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന എന്നാണ്? ആൻസർ നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം ഏതാണ്? 21A. കുറേയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. വേഗം പോകാം. ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസ്സാക്കിയത്? ഭക്ഷ്യസുരക്ഷാ ബിൽ പാസ്സാക്കിയ വർഷം ഏതാണ്? വർഷം 2013. ഭക്ഷ്യസുരക്ഷാ ബിൽ 2013 ഭക്ഷ്യസുരക്ഷാ ബിൽ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണമുള്ള രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഇന്ത്യയാണത്. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ല തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? അറിയാം. ആൻസർ എന്താണ്? 44ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഏറ്റവും ഉയർന്ന കോടതി ഏത് തന്നെയാണ്? ഇന്ത്യൻ സംസ്ഥാനത്ത് ഉയർന്ന കോടതി ഏതാണ്? ആൻസർ എന്താണ് വരുന്നത്? ഹൈക്കോടതിയാണ് ആൻസർ. പരമോന്നത കോടതിയാണെന്ത്? സുപ്രീം കോടതി അല്ലേ? പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഇവിടെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ് നമ്മുടെ ഫൈനൽ കീഴിൽ ആൻസർ വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ സുപ്രീം കോടതി എന്താണ്? പരമോന്നത കോടതി എന്നാണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അറിയല്ലേ? 4A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുടെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ്? 19. അനുച്ഛേദം 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യം 19 വരിക. അതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ 10. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 30 പറഞ്ഞു കളയും അല്ലേ? 1930. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച
ലോഹം ഏതാണ്? ചെമ്പാണ്. നെക്സ്റ്റ് വൺ, ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ആൻസർ എയും ബിയും സിയും എന്താണ്? ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നിലനിർത്തം കാണപ്പെടുന്നു. ജീവൻ നിലനിൽക്കുന്നതുമായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം എന്താണ്? ഭൂമിയാണ്. അതുപോലെ തന്നെ ഒരു ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണ്, അല്ലേ? നെക്സ്റ്റ് വൺ, നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലൻറ്റ് വാലി ഏത് ജില്ലയിലാണ്? ആൻസർ പാലക്കാട്, അല്ലേ? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? അറിയാം, മംഗൾ പാണ്ഡെ, അല്ലേ? അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ, അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? സർ സയ്യദ് അഹമ്മദ് ഖാൻ. സർ സയ്യദ് അഹമ്മദ് ഖാൻ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണെന്ന് പറഞ്ഞ സാഹിത്യകാരൻ ആരാണ്? സാഹിത്യകാരൻ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ, അല്ലേ? പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും രണ്ടറകൾ എന്ന് പറഞ്ഞത് ടാഗോർ. ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? അതും ഡിലീറ്റ് ക്വസ്റ്റ്യൻസ്, അവിടെ ആൻസർ ഇല്ല. നെക്സ്റ്റ്, ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? ഏത് പത്രം? ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? രാജ്യസമാചാരം. രാജ്യസമാചാരം. നെക്സ്റ്റ് വൺ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ എന്താണ് വരിക? ആൻസർ നമുക്ക് നോക്കാം. ആൻസർ 1ഉം 2ഉം സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. മാസം 10 കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. നെക്സ്റ്റ് വൺ, ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത. ആൻസർ എന്താ? ആനി ബസന്റ്. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ അഭിലാഷ് ടോമി. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടി. ലണ്ടനിൽ നടന്ന 3 വട്ടമേൽ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? BR അംബേദ്കർ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? പൊയ്കയിൽ കുമാരഗുരുദേവൻ, അല്ലേ? പ്രത്യക്ഷ രക്ഷ, പൊയ്കയിൽ കുമാരഗുരുദേവൻ. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആരാണ്? ഷൈനി വിൽസൺ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയെ ബന്ധപ്പെട്ട ശരിയായത് ഏതൊക്കെയാണ്? ഒരു കറക്ഷൻ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യം മലയാളി ആരാണ്? മിന്നുമണിയാണ്. മിന്നുമണി. മലയാളി മിന്നുമണിയാണ്. നെക്സ്റ്റ് വൺ, താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയെ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? വൺ, 2 and 3. ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ ആണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ള ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കും. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പോരണ്ട് നിയമപരമായ അവകാശമാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വില്ലുവണ്ടി സമരം അറിയാനാണ്? അയ്യങ്കാളി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാരാണ്? ആമുഖം എഴുതിയത് ആരാണ്? നമുക്കറിയാം, ജവഹർലാൽ നെഹ്റു ആണോ? അല്ലേ? നെഹ്റു. അടുക്കള രംഗത്തേക്ക് നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? VT ഭട്ടതിരിപ്പാട്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആരാണ്? നിക്കോളാസ് കോപ്പർനിക്കസ്. ഇപ്പോൾ ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് അധികം കണ്ടുവരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നതുകൊണ്ട് ജോഗ്രഫി കുറച്ചൊന്ന്
പഠിച്ചു വെക്കാം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? അല്ലേ, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഈ LDCക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ്? ആദിവാസി പഞ്ചായത്ത് ഏതാണ്? ഇടമലക്കുടി. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? അറിയാം നമുക്ക്, ജൂൺ 5 അല്ലേ, ജൂൺ 5ആണ്. പിന്നെ ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? നിയമസഭാ സ്പീക്കർ ഇപ്പോഴത്തത് MN ഷംസീർ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ആസഫ് അലി. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം ഏതാണ്? താഴെ, അതാരായിരിക്കും? കുട്ടനാട്. കാശ്മീരില്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ്? ജഹാംഗീർ. മനുഷ്യരിടത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. ഏത് പോഷകഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? സ്കർവി ജീവകം C. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? ബാക്ടീരിയ. മസ്തിഷ്കമരണം സംഭവിച്ചുള്ള അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവിനി. വായുവിലൂടെ പകരുന്നൊരു രോഗമാണ് ഏത്? ജലദോഷം. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ്? സൈലൻ്റ് സ്പ്രിങ്. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം പാവൽ ഏതാണ്? പ്രിയങ്ക. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് ഏത്? എപ്പികൾച്ചർ. എപ്പി എന്നും അപ്പി എന്നും പറയില്ലേ, അപ്പിക്കൾച്ചർ ഇങ്ങനെ എഴുതുക, അപ്പി കൾച്ചറാണ്, അപ്പം അപ്പി എന്നും പറയാം. സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണ്? സൈലൻറ്റ് വാലിയാണ്. ആൻസർ നമുക്കെന്ത് പറയാമെന്നുണ്ട്? സിംഹവാലൻ കുരങ്ങ്. സൈലൻറ്റ് വാലി, സിംഹവാലൻ കുരങ്ങ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി. അറ്റോമിക് സിദ്ധാന്തവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി ഏതൊക്കെയാണ്? ആൻസർ നമുക്കെന്ത് പറയാം? 2, 3 പറഞ്ഞേക്കുന്നത്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ ഘടകങ്ങൾ നിർമ്മിതമാണ്. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. സിദ്ധാന്തം ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെടുന്നിരിക്കുന്ന പ്രസ്താവന ഏതാണ്? ശരിയായത് ഏതാണ്? ക്രമാവർത്തന പ്രവണത പീരിയോഡിക് ടേബിളിലെ. നമ്മുടെ ആൻസർ എന്താണ്? പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുമ്പോൾ എന്ത് കാണുന്നു? ലോകസ്വഭാവം കുറഞ്ഞു വരുന്നു. ഇടത്തു നിന്നും വലത്തോട്ട് പോകുമ്പോൾ ലോകസ്വഭാവങ്ങൾ ലോകസ്വഭാവം കുറഞ്ഞു വരുന്നു. ഇവിടെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഓക്സിജൻ്റെ പ്രത്യേകതകൾ ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാമാണ്? ഓക്സിജനെ നമുക്ക് നോക്കാം. ഏതാണ്? ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറം ഇല്ല. നിറമില്ല. നിറം കൊണ്ട് എന്തായിരുന്ന അവസ്ഥയല്ലേ? പ്രകൃതി മുഴുവൻ പല വർണ്ണങ്ങളിങ്ങനെ നിറഞ്ഞു വന്നേനെ. അപ്പോൾ എന്തായിരുന്നു? അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. നിസ്സംശയം പറയാം, ബോക്സൈറ്റ്. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസ്സിന് കൊടുക്കുന്ന നിറം എന്താണ്? ഗ്ലാസ്സിന് കൊടുക്കുന്ന നിറം എന്താണ്? മഞ്ഞയാണ്. മാസുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായത് നോക്കുക. മാസാണ് തരം. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതൊക്കെ പ്രസ്താവന? 1, 2, 3 ശരിയാണ് അല്ലേ? പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആകെ അളവാണ് മാസ് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും മാസ് സ്ഥിരമായിരിക്കും. ഇതിന് യൂണിറ്റ് കിലോഗ്രാമാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? പുറകിൽ നിന്ന് വരുന്നവയ്ക്ക് കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം എന്താണ്? ദർപ്പണമാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ കോൺവെക്സ് ദർപ്പണം. ഓക്കെ. റിയർ വ്യൂ എന്നൊക്കെ പറയുന്ന സംഭവം തന്നെ. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം ആണെന്ത്? ആദ്യസ്ഥാനം ടു അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണെന്ത്? സ്ഥാനാന്തരം എന്ന് പറഞ്ഞത്. ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ജൂളാണ്. വികിരണം വഴിയുള്ള താപപ്രശ്നവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവന ശരിയായത് എടുത്തെഴുതുക. പ്രസ്താവന 3 ശരി. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു അല്ലേ? വികിരണം എപ്പോഴും ചോദിക്കുന്നത് പഠിച്ചു വെച്ചേക്കുക. അവിടെ എന്തില്ല?
ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതാണ് തേവം പ്രശ്നം ചെയ്യപ്പെടുക. നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് 189 ബാർ വരുന്ന ക്വസ്റ്റ്യൻസ് LGS തന്നെയാണിത്. ഗാന്ധിജിയെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കുക. ആൻസർ അതാണ്, നമുക്ക് 3 മാത്രമാണ് ശരിയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 3 വട്ടമേശ സമ്മേളനം അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ആണോ? അല്ലല്ലോ. 2 വട്ടമേശ സമ്മേളനങ്ങളിൽ മാത്രമാണ് പങ്കെടുക്കുക അല്ലേ? പറഞ്ഞു കഴിയുമ്പോഴാണ് ഓർത്തത് 2 മാത്രം അദ്ദേഹം പങ്കെടുത്തില്ല. 32 സംഭവങ്ങളിലാണ് അദ്ദേഹം 32 വട്ടമേശ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. ഗാന്ധിജി എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് വൺ, ബർദോൾ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന, തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ബർദോൾ സത്യാഗ്രഹം അല്ലേ? ഓപ്ഷൻ സി 4 മാത്രം. ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു ബർദോൾ സത്യാഗ്രഹം. ഗാന്ധിജി ബർദോളിയും കണക്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? റൗലറ്റ് പ്രക്ഷോഭം ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണെന്ന് ഓർക്കുക. ഒന്നാമത്തതും 4-മത്തല്ലേ, സത്യപാൽ മല്ലിക്കും സൈഫുദ്ദീൻ കിച്ലു. സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ മല്ലിക് അല്ലേ? റൗലറ്റ് പ്രക്ഷോഭം എന്ന് നോക്കുക. റൗലറ്റ് എന്തൊക്കെയാണ്? സത്യപാലും അല്ലേ? സത്യപാലും പിന്നെയാണ് സൈഫുദ്ദീൻ കിച്ചലുവും. കിച്ചലു സത്യപാലും കിച്ചലുവുമാണെന്താ റൗലറ്റ് പ്രക്ഷോഭത്തിന് ബന്ധപ്പെട്ട വ്യക്തികൾ. സത്യപാൽ, കിച്ചലു. നെക്സ്റ്റ് വൺ നോക്കാം. പിൻതീയതി വെച്ച് ചെക്ക് എന്ന വിശേഷണം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ് അല്ലേ? ഈ അടുത്ത് 24 ഈ അടുത്ത സംബന്ധിച്ച് ചോദിച്ച ക്വസ്റ്റ്യനിൽ ഒന്നാണ് എന്ത്? പിൻതീയതി വെച്ച് ചെക്ക് എന്ന വിശേഷണം ബന്ധപ്പെട്ട് ഇരിക്കുന്ന എന്തുവാണ്? എന്തായിരുന്നു അത്? ആൻസർ നമുക്ക് എന്ത് പറയാം? ഗാന്ധിജി ക്രിപ്സ് മിഷൻ പറഞ്ഞ പേരല്ലേ? ഗാന്ധിജി ക്രിപ്സ് മിഷനോട് പറഞ്ഞ പേരെന്താണ്? പിൻതീയതി വെച്ച ചെക്ക് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. നെക്സ്റ്റ് വൺ, 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ ആരൊക്കെയാണ്? ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? 3 ജനറൽ ഭക്തഖാനും അതുപോലെ ബഹദൂർ രണ്ടാമൻ. ഡൽഹിയിലാണ് ബഹദൂർ രണ്ടാമനും ഭക്തഖാനും. നെക്സ്റ്റ് വൺ, വേഗം പോകാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ആരാണ്? ദാക്ഷായണി വേലായുധൻ. ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഭരണഘടനയുടെ ഭാഗം ഏതാണ്? മൗലിക അവകാശങ്ങൾ. നെക്സ്റ്റ് വൺ, യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? റെയിൽവേ. വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി PB സാവന്ത് അല്ലേ? ഇതെങ്ങനെ റെയറായി വന്ന ക്വസ്റ്റ്യൻസ് ഇല്ല, നോക്കി വെച്ചേക്കുക. വിവരാവകാശം എല്ലാ വർഷവും 2005 വർഷമല്ല ചോദിക്കുക. സോ വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തിയാരാണ്? PB സാവന്ത്. നെക്സ്റ്റ്, വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണ് ഇതിനകത്ത്? വൈകുണ്ഠസ്വാമി രചന ഏതൊക്കെയാണ്? ഏതാണ്? അരുൾനൂൽ അല്ലേ? അരുൾനൂൽ എന്നാണ് വൈകുണ്ഠസ്വാമിയുടെ രചന വരുന്നത്. നെക്സ്റ്റ്, വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏതാണ്? ചേരാത്ത പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചെന്ന് പറയും. 2 മാത്രം അല്ലേ? മക്തരകനെ സംരക്ഷിച്ചു എന്നുള്ളതാണ് ചേരാത്ത പ്രസ്താവനയാണ്. തിരുവിതാംകൂറിൻ്റെ ദളവയായിരുന്നു, മെക്കാളയുമായി ശത്രുതയിലായിരുന്നു അദ്ദേഹം അല്ലേ? തിരുവിതാംകൂർ ദളവയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇതും കൂടി മെക്കാളയുമായി ശത്രുതയിലായിരുന്നും കൂടി ഫാക്റ്റ് കൂടി പഠിച്ചു വയ്ക്കുക. അതിനെക്കുറിച്ച് വേലുത്തമ്പി ദളവയെക്കുറിച്ച്. നെക്സ്റ്റ് വൺ, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിലായിരുന്നു? ഏതൊക്കെ പേരിലായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് അല്ലേ? ഏതൊക്കെ പേരിലായിരുന്നു? 2 അല്ലേ? ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരംഭക. നെക്സ്റ്റ് വൺ വരുന്നത്, ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകനാരാണ്? ബാഗ്ഭടാനന്ദൻ. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി എന്ന ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുത ഏതൊക്കെയാണ്? മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. അതിനോട് യോജിക്കുന്ന പ്രസ്താവന ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ആൻസർ എന്താണ് വരുന്നത്? സി ആണ്. 1, 3. അതായത് ശ്രീരംഗപട്ടണം ഉടമ്പടി വരുന്നുണ്ട് അല്ലേ മലബാറിൻ്റെ. പിന്നെ വരുന്നത് എന്താണ്? മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്ന്. ഓക്കെ, മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുത ഏതൊക്കെയും ചോദിച്ചിട്ടില്ലേ? അപ്പോൾ മലബാറും ബ്രിട്ടീഷ് തമ്മിലുള്ള യുദ്ധം എന്തായിരുന്നു? ഇല്ലേ? മൈസൂർ യുദ്ധം എന്ന് അറിയപ്പെടുന്നു.
പിന്നെ എന്താ ഉടമ്പടി വന്നവിടെ ശ്രീരംഗോട്ടൻ ഉടമ്പടി എന്നാണ് അറിയപ്പെടുക അല്ലേ. ടിപ്പുവിനെ ഓർക്കുമ്പോൾ നമുക്ക് അത് ഓർമ്മ വരുന്നുണ്ട്, ശ്രീരംഗോട്ടൻ ഉടമ്പടിയൊക്കെ ഓർമ്മ വരാം. നെക്സ്റ്റ് വരുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതിയുള്ള പദ്ധതി ഏതാണ്? ഏറ്റവും കൂടുതൽ ജലവൈദ്യുതിയുള്ള പദ്ധതി ഏതാണ്? ആൻസർ പെരിയാർ. നെക്സ്റ്റ് വൺ, 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഖത്തറാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. ഏത് സംവിധാനത്തിൻ്റെ പകരമാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? സംവിധാനം ഏതായിരുന്നു? സംവിധാനം ഏതാണ്? ആസൂത്രണ കമ്മീഷൻ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ്? പഞ്ചവത്സര പദ്ധതി ശില്പി ആരാണ്? പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. ഓക്കെ. ഇന്ത്യയുടെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് എന്തായിരുന്നു? ഹരിത വിപ്ലവം അല്ലേ, ഹരിത വിപ്ലവം. അത് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 1962 ഇൻഡോചൈന യുദ്ധത്തിൻ്റെ രാഷ്ട്രീയ കാരണം എന്തായിരുന്നു? രാഷ്ട്രീയമായ കാരണം അവരിലെന്തായിരുന്നു? ദലൈലാമയ്ക്ക് അഭയം നൽകിയത്. ദലൈലാമയ്ക്ക് അഭയം കൊടുത്താണ് കാരണം. ഇന്ത്യ ഇപ്പോൾ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി ആയിരുന്നു? ഡിലീറ്റ് ക്വസ്റ്റ്യൻസ് ആണത്. 12 വരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെന്താ വരിക? അടുത്തത് വേറെ മാറിയില്ലേ, അറിയാലോ. നെക്സ്റ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത്തെ ഗവർണർ 2014 സ്ഥാനമേറ്റത് ആരാണ്? 16 കാര്യമാണ് ചോദിക്കുന്നത് കേട്ടോ. ഊർജിത് ആർ പട്ടേൽ. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ ഏതാണ്? ആൻസർ ഗ്രീഷ്മ കാലം. നെക്സ്റ്റ് വൺ, ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്ര തരംതിരിക്കാം? 3 അല്ലേ, മലനാട്, ഇടനാട്, അങ്ങനെയുള്ളതാണ്. ആനമലയുടെ ഉയരം എത്രയാണ്? ആൻസർ 2695, 2695. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെയാണ്? മറയൂർ അല്ലേ, മറയൂറാണ് ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത്. ഒരു കാര്യം ഓർത്ത്, ചന്ദന മരങ്ങൾ അവിടെ കാണുന്നുണ്ടല്ലേ, അതെങ്ങനെയാണ് കാണുക? അതിങ്ങനെ ഇലകളൊക്കെ പൊഴിച്ചിട്ടല്ലേ. ചില സമയങ്ങൾക്കൊരു നമ്മുടെ മനസ്സിൽ വരുന്നത് എങ്ങനത്തെയാണ്? ചന്ദന മരങ്ങളിൽ നിൽക്കുക, ദൂരം നിൽക്കുമ്പോൾ അല്ലേ, നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന ആ നിൽക്കുമ്പോഴത്തേക്കിന് നല്ല വെള്ള മരങ്ങളിങ്ങനെ ബ്രൗൺ കളറിൽ മരങ്ങളുടെ തടികൾ മാത്രം നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാൻ പറ്റും? ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാട് അല്ലേ, അത് ഓർത്താൽ മറയൂറിനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജലസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? ആൻസർ എന്താണ്? ഇടുക്കി. ഉഷ്ണകാലത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന എവിടെയാണ്? ബാമർ. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? ഇടനാടാണ്. പ്രദേശം ഏതാണ്? ഇടനാടാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഏതാണ്? പീച്ചി. ജലസേചന പദ്ധതി പീച്ചിയാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. കടൽത്തീരമുള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ചുരം ഏതാണ്? അലട്ടി ചുരം. നോക്കി വെച്ചോളൂ. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ഏതാണ്? അലട്ടി ചുരം. ആലട്ടി. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നു കൊടുത്തത്? സൈക്കിൾ ഹൈവേ ഏത് സംസ്ഥാനത്തിലാണ് തുറന്നു കൊടുത്തത്? ഉത്തർപ്രദേശ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? വാർട്ടൺ ഗർത്തം അല്ലേ, വാർട്ടൺ ഗർത്തം. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? പാമ്പാറാണ്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? സിറസ് മേഘങ്ങൾ. നേർത്ത തൂവൽക്കെട്ടുകളാണ് സിറസ് മേഘങ്ങൾ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി? ഒളിമ്പിക് അസോസിയേഷൻ, അവിടെയാണ് നോക്കേണ്ടത്. ആൻസർ ഇതപ്പം എന്താ വരിക? PT ഉഷയാണ് അല്ലേ, മറ്റേതല്ല. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി ഏതാണ്? സുന്ദരി കണ്ടൽ. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാട്. പിന്നെയോ, ഇന്ത്യയുടെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ.
ദേശീയ സയൻസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളിയ ആദ്യ ജില്ല ഏതാണ്? കോട്ടയമാണ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ആര്യസമാജം. ദയാനന്ദ സരസ്വതി ആര്യസമാജം. ഓർത്ത് വെച്ചേക്കാം കേട്ടോ. കാരണം ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് പ്രസ്താവന ക്വസ്റ്റ്യൻസിനകത്ത് കയറി പ്രസ്താവനയായിട്ട് ഇടുന്നുണ്ട് അവർ. അപ്പോൾ നമുക്കത് നോക്കാം. നെക്സ്റ്റ് വൺ മിനിറ്റ്. നെക്സ്റ്റ് വൺ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ എന്താണ്? കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ മതേതരത്വവും സ്ഥിതി സമത്വവും. കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ ചോദിച്ചേക്കുന്നത് ഏതൊക്കെയാണ്? മതേതരത്വവും സ്ഥിതി സമത്വവുമാണ് നമ്മൾ കൂട്ടിച്ചേർത്ത ആശയങ്ങൾ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. മൈക്കൽ ആഞ്ചലോയുടെ ലാ പിയാത്ത എന്ന പ്രസിദ്ധ ശില്പത്തിന്റെ മലയാള അർത്ഥം. ലാ പിയാത്തയുടെ മലയാള അർത്ഥം ഏതാണ്? കരുണയാണ്. ഇതാണ് കരുണയാണ്. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജന സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ഏതാണ്? അതാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കാർ യോജന. ശരിയായ പ്രസ്താവന ഏതാണ്? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. നഗരങ്ങൾ ബന്ധപ്പെട്ടാണ് എന്ത്? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കാർ യോജന നഗരവും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം ഏതാണ്? ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം. ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയുന്നുണ്ട്? അരുൺ ഗോയൽ. ഇതിൽ പറഞ്ഞേക്കുന്നതിന് അരുൺ ഗോയലാണ്. നെക്സ്റ്റ് വന്നത് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022 ആപ്തവാക്യം എന്താണ്? ആപ്തവാക്യം എന്തായിരുന്നു? ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ. അല്ലെ, ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ എന്നാണ് അതിൻ്റെ ആപ്തവാക്യം. അല്ലെ, 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേര് എന്താണ്? ഫുട്ബോൾ നൽകിയിട്ടുള്ള പേര് എന്തായിരുന്നു? അൽ റിഹ്ല. അൽ റിഹ്ല. ഫിഫ വേൾഡ് കപ്പ് അൽ റിഹ്ല. നെക്സ്റ്റ് വൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് തെരഞ്ഞെടുപ്പിൽ തൻ്റെ 34ാമത്തെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി ആരാണ്? അല്ലേ, നമുക്ക് ഓർമ്മ വരുന്നു. ആരാണത്? ശ്യാം ശരൺ നേഗിയാണ്. അല്ലേ, ശ്യാം ശരൺ നേഗിയാണ് ഫസ്റ്റ് വോട്ട്. മനുഷ്യരിൽ ആഹാര വസ്തുക്കൾ കടിച്ചു കയറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതൊക്കെയാണ്? ഏത് പല്ലാണ്? കോമ്പല്ലാണ്. ഏത് പല്ലാണ്? കോമ്പല്ലാണ്. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രോട്ടീൻ, മാംസ്യം. ഏത് പ്രസ്താവനയാണ് ശരിയായി വരിക? നമ്മുടെ ആൻസർ എന്താണ്? 2, 3 ഏതൊക്കെയാണ്? ഇത് രണ്ടും. അല്ലേ, ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ഘടകങ്ങളാണ് പ്രോട്ടീനുകൾ. ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് എന്നുള്ള പ്രസ്താവന നമുക്ക് ശരിയാണ്. 54 ആൻസർ ശരിക്കും ഓപ്ഷൻ ബി ആണ്. അല്ലേ, അപ്പോൾ ഇത് വരുന്നത് ഇവിടെ 3 എന്ന് പറഞ്ഞ ഭാഗം തെറ്റതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഏതാണ്? പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണം. അല്ലേ, മാംസം എന്ന് പറയുമ്പോൾ ശരിക്കും ആരാണ്? പ്രോട്ടീൻസ് ആണ്. മാംസ്യമാണ്, പ്രോട്ടീനുമാണ് മാംസം എന്ന് പറഞ്ഞാൽ. ശരീരത്തിൻ്റെ ബോഡി ബിൽഡിങ്ങിന് ആവശ്യമായ കാര്യം എന്ത്? ബോഡി ബിൽഡിലാണ് ശരിക്കും എന്താ? പ്രോട്ടീൻസ്. അല്ലേ, അത് എവിടെയാണ് കാണുക? ശരിക്കും ധാന്യങ്ങളിലാണോ കാണുക? ഇല്ല, അത് കാർബോഹൈഡ്രേറ്റിൽ വരിക. ധാന്യങ്ങളിലാണോ കാണുക? അല്ല, കാർബോഹൈഡ്രേറ്റ്സ് അവിടെ കിടപ്പെടുക. അപ്പോൾ മാംസം ഇവിടെ കാണാം, നമ്മുടെ മീറ്റ്. അല്ലേ, അതുപോലെ എഗ്ഗ് എവിടെയാണ് വരിക? അല്ല, അതിനെന്ത് കാണാം? പ്രോട്ടീൻസ് ഉള്ളവയുണ്ട്. എവിടെയുണ്ട്? നമ്മുടെ നിലക്കടല, അതിലുണ്ട്. കടലയിലുണ്ട് പ്രോട്ടീൻസാണ്. ബട്ട് പ്രധാനമായിട്ടും ഇവിടെ കൂടുതൽ കാണപ്പെടുക മീറ്റിലും ഇറച്ചിയിലും മുട്ടയിലും ഒക്കെയാണ് പ്രധാനമായിട്ടും പ്രോട്ടീൻസ് മീൻസ് മാംസ്യങ്ങൾ അടങ്ങിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ കുറയുമ്പോൾ ഉണ്ടാകുന്നത് എന്താ? വളർച്ച കുറയും. അല്ലേ, അപ്പോൾ മലാസ്മസ് എന്ന രോഗമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നന്നായി വരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇത് ഏത് വിളയുടെ വിത്തിനമാണ്? പ്രിയങ്ക. ഏത് വിളയാണ് പ്രിയങ്ക? പാവലാണ് പ്രിയങ്ക. പാവൽ പ്രിയങ്ക. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? വരയാട് സംരക്ഷിക്കപ്പെട്ട ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. അല്ലേ, ഇരവികുളം. അറിയാമല്ലോ അതൊക്കെ. നെക്സ്റ്റ് വൺ. ഒരു പക്ഷി ശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ആരായിരിക്കും? ആദ്യത്തെ കണ്ണി? ഹരിതസസ്യങ്ങൾ. അല്ലേ, ഉൽപാദകരാണ്. ഇവിടുത്തെ ആൻസർ നമുക്ക് ഇതാണ് ഹരിതസസ്യം. അല്ലേ, ഗ്രീൻ പ്ലാന്റ്സ് ആണ് ഉൽപാദകർ. അല്ലേ, ഉപഭോക്താക്കൾ. അവരെ കഴിക്കുന്ന ഉപഭോക്താക്കൾ. പിന്നെന്താണ്? വിഘാടം. അല്ലേ, ഉപഭോക്താക്കൾ, വിഘാടം. 3 കാറ്റഗറി. അപ്പോൾ ഹരിതസസ്യങ്ങൾ ഉൽപാദകരാണ്. അവരുണ്ടാക്കുന്ന ഭക്ഷണം, സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉപഭോക്താക്കളായ സസ്യപൂക്കളും മാംസപൂക്കളും ഒക്കെ കഴിക്കുന്നു. അല്ലേ, അതിനെല്ലാം വിഘടിപ്പിക്കുന്ന ആരാണ്? വിഘാടകർ എന്ന് പറയുന്നത് ബാക്ടീരിയ, ഫംഗസ് അടങ്ങുന്ന
സമൂഹമാണ്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. 2021 പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് അല്ലേ? പരിസ്ഥിതിയെ പറ്റി കൂടുതൽ ചോദ്യങ്ങളുണ്ട്. ELDCക്കും ഫുള്ളുണ്ടായിരുന്നു. ആൻസർ ഓപ്ഷൻ സി, നാലാമത്തല്ലേ, ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. ഓപ്ഷൻ സി 4 ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കലാണ് 2021 പരിസ്ഥിതി ദിന സന്ദേശം. ഓക്കെ, 23, 24, 21 സന്ദേശങ്ങൾ എടുത്ത് ചോദിക്കാം. അത് ട്രെൻഡ് വരുന്ന അങ്ങനെയല്ലേ. നെക്സ്റ്റ് വൺ, സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ഏതാണ്? സാർസ് രോഗം എന്ന് പറയുമ്പോൾ ഏതാണ്? ശ്വാസകോശം അല്ലേ. സാർസ് രോഗം ശ്വാസകോശം. പ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങളെ മാറുന്ന പ്രതിഭാസമാണ് എന്ത്? മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? അത് ടോറിസെല്ലി. അന്തരീക്ഷമർദ്ദം ടോറിസെല്ലി ബാരോമീറ്റർ എന്നൊക്കെ ഓർത്തിരിക്കുക. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? അല്ലേ, ഒന്നുമില്ല എന്നാ പറയണം കേട്ടോ. 6-2 ഡി ആണ് ആൻസർ. ഇതൊന്നും അല്ലെന്നാ പറയണം. ഓക്കെ, ശരിയല്ലേ. നെക്സ്റ്റ്, സോഡാക്കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏത് വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, CO2. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരെന്താണ്? കമ്പനമാണ്. രസതന്ത്രത്തിൽ 2020 നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ ഏതാണ്? ആൻസർ എന്താണ്? ഇമാനുവൽ ഷാർപെൻറ്റിയ. മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് ബന്ധപ്പെട്ടിരിക്കുന്നു? മ്യൂക്കോർമൈക്കോസിസ് ഏതാണ്? ബ്ലാക്ക് ഫംഗസ് ആണ്. മ്യൂക്കോർമൈക്കോസിസ് ബ്ലാക്ക് ഫംഗസ്. COVID-19 ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? ഏത് വാക്സിൻ? കോവാക്സിൻ. എടുത്തോണ്ടൊക്കെ നമുക്കറിയാം അല്ലേ. എംഫീസിമ ബാധിക്കുന്ന ഒരു അവയവം ഏതാണ്? എംഫീസിമ അല്ലേ. എംഫീസിമ എന്താണ്? ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ്. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആകാര ഘടകം അല്ലേ. റിപ്പീറ്റ് വന്നു നമുക്ക് എഴുതാൻ പറ്റും. പ്രോട്ടീൻസ്, അംശങ്ങൾ. ഈച്ച് പരത്തുന്ന രോഗം ഏതാണ്? ഈച്ച് പരത്തുന്ന രോഗം എന്താണ്? കൊളറ അല്ലേ. കൊളറ എന്ന ബാക്ടീരിയ ഈച്ചൊരിടത്ത് വന്നിരുന്ന് എല്ലായിടും അല്ലെ മലിനമായ ജലവും അഴുക്കൊക്കെ വരുമ്പോഴാണ് ഈ അസുഖം കൂടുതലായി ഉണ്ടാവുക അല്ലേ. അതാണ് ഈച്ച പരത്തുന്ന രോഗമായി വരുന്നത്. നെക്സ്റ്റ്, ഇവിടെയൊക്കെ ബാക്കിയുള്ള എന്താണ്? കൊതുകാണ്. ന്യൂമോണിയ ഇൻഫെക്ഷൻസ് വരുന്നത് അല്ലേ. ന്യൂമോണിയ രണ്ടും കൊതുകാണ്. ബാക്കി മന്തും മലമ്പിനി കൊതുകാണ്. അങ്ങനെ തിരിക്കണം. നെക്സ്റ്റ് വൺ 213 നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള വ്യവസ്ഥകളിൽ ഭക്ഷ്യസുരക്ഷാ പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതാണ്? പഠിച്ചല്ലേ. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന അല്ലേ. ഭക്ഷ്യസുരക്ഷ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം അല്ലേ. കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിലാണ്? ഏത് ജില്ലയാണ്? GVHS വിതുരയാണ്. നെക്സ്റ്റ്, കേരള കായിക ദിനം ആചരിക്കുന്നത് എന്നാണ്? കേരള കായിക ദിനം ആചരിക്കുന്നതാണ് ഒക്ടോബർ 13. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടറി ക്യാപ്റ്റൻ ആരായിരുന്നു? AKG അല്ലേ. AKG ഗോപാലൻ. AKG. വരയുടെ പരമേശ്വരൻ എന്ന് VK വിശേഷിപ്പിച്ചത് ആരെയാണ്? വരയുടെ പരമേശ്വരൻ എന്ന് VK വിശേഷിപ്പിച്ച ആരെയാണ്? KM വാസുദേവൻ നമ്പൂതിരി. ഏത് വർഷം മുതലാണ് കേരള സർക്കാർ 2019 വായനാ ദിനമായി ആചരിച്ചത്? 1996 വായനാ ദിനമായി 2019 ആഘോഷിച്ചത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് അല്ലേ. ഏതാണിത്? എറണാകുളമാണ്. വീരകേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? വീരകേരള സിംഹം ആരാണ്? പഴശ്ശി രാജയാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് പറയുന്ന പേരെന്താണ്? റാഡ്ക്ലിഫ് രേഖ അല്ലേ. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കീയും ക്ലീയും ഒക്കെ എടുത്തു വെച്ചേക്കാം. എടുക്കാം, അപ്പോൾ നമുക്ക് കിട്ടും. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാരൻ ദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അല്ലേ. ബാരൻ, ആൻഡമാൻ നിക്കോബാർ,
ആൻഡമാൻ നിക്കോബാറിലാണ് പാരദ്വീപ് വരിക. സമുദ്രങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേരെന്താണ്? എന്താണ്? ഖാദർ അല്ലേ. പുതിയ ആളിനെ പറഞ്ഞ പേര് ഖാദർ എന്നാ പറയാ. നെക്സ്റ്റ് വൺ, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ്? ഏതാണത്? ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ. തെറ്റരുത്. ഭൂമിയിലെ ഊർജ്ജത്തിന്റെ ഉറവിടം ഏതാണ്? ഉറവിടം ശരിക്കും ഏതാണ്? നമ്മുടെ ഉറവിടം സൂര്യനാണ് ഉറവിടം. ഇന്ത്യയിൽ ആദ്യമേ വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? വാട്ടർ മെട്രോ എവിടെയാണ്? കൊച്ചിയാണ്. ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശ്രീഹരിക്കോട്ടയാണ് അല്ലേ. സൂര്യൻ, കൊച്ചി മൂന്നും കൂടെ ഒന്നിച്ചേക്കും അല്ലേ. ആൻസർ മനസ്സിലായ ഏകദേശം? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖല ഏതൊക്കെയാണ്? ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖല ഏതൊക്കെയാണ്? കാർഷിക വ്യവസായ സേവന മേഖല. ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖല കാർഷിക വ്യവസായ സേവന മേഖല. കർഷകർ ഇല്ല കൃഷി ചെയ്യുന്നു, അത് വിൽക്കുന്നു, വ്യവസായമാകുന്നു അല്ലേ, അതുകൊണ്ട് കൊടുക്കുന്നു, സേവനം ചെയ്യുന്നു. ഓക്കെ. നെക്സ്റ്റ്, പിന്നെ മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ്? ഭൂട്ടാനാണ് കേട്ടോ. സഹകരണ ബാങ്കിന്റെ പ്രവർത്തന തത്വം ഏതാണ്? സഹകരണ ബാങ്കിന്റെ പ്രവർത്തന തത്വം ഏതാണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണ ബാങ്കിൽ ചെന്ന അല്ലെ നമുക്ക് ബാങ്ക് ലോൺ തരുന്നു, നമ്മൾ സഹായിക്കുന്നു, പരസ്പര സഹായം ചെയ്യും അല്ലെ. അവർ സഹകരിക്കുന്നു, സ്വയം സഹായം നമുക്ക് തരുന്നു, പരസ്പര സഹായം എന്നൊക്കെ പറയാം. സോ സഹകരണ ബാങ്ക് സഹകരണമാണ്, സ്വയം സഹായമുണ്ട്, അതുപോലെ പരസ്പര സഹായമുണ്ട്. ബാങ്കുകൾ തമ്മിലാവാം ഉദ്ദേശിക്കുന്നത് അല്ലേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ അല്ലേ, എന്താ പറയാത്ത ആരും ഉണ്ടാവില്ല ഉണ്ടോ? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. തെറ്റിപ്പോലെ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? വർഷം അറിയാലോ, 2005. നെക്സ്റ്റ് വൺ, മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? അറിയാലോ, ഏതാണിത്? 42. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? സ്വത്തവകാശമാണ്. നീക്കം ചെയ്യപ്പെട്ട അവകാശം സ്വത്തവകാശം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത ആരാണ്? പിംഗലി വെങ്കയ്യ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? അറിയാം, ഗംഗ. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 24. 1950 ജനുവരി 24. റിപ്പബ്ലിക്കിന്റെ 2 days മുന്നേ. ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിന്റെ അംശബന്ധം അല്ലേ. ദേശീയ പതാകയുടെ അളവിന്റെ അംശബന്ധം അല്ലേ, ഇങ്ങനെയാണ് പോവുക അല്ലേ, ഇങ്ങനെയല്ലേ പോവുക. സോ 3:2 വരും അല്ലേ, 3:2. നെക്സ്റ്റ് വൺ, വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഏത് ഭാഷയിൽ രചിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാം? ബംഗാളി ഭാഷയിൽ. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിൻ അംഗീകാരം ലഭിച്ച വർഷം ഏതാണത്? 2009. ഗംഗാ ഡോൾഫിന് 9. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു അല്ലേ. ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭു. ആരാണ്? തൃപ്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്ന വർഷം ഏതാണ്? ഏത് വർഷം വന്നു? 1853. റെയിൽവേ വന്നു. റെയിൽവേ മീൻസ് 3. റെയിൽവേ 53 എന്ന് ഓർക്കാം. റെയിൽവേ 3 1853. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാരാണ്? ദീനബന്ധു മിത്ര. പൂർണ്ണ സ്വരാജ്. ഒരു മിനിറ്റ്. പൂർണ്ണ സ്വരാജ് എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനം അല്ലേ. 1957 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം ഏതാണ്? നാനാ സാഹിബ് കാൺപൂർ. സത്യവാസ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി. നെക്സ്റ്റ് വൺ, ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആരാണ്? ടിപ്പു സുൽത്താൻ. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം? തിരുനെൽവേലി. ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്ന ആരാണ്? ആരാണത്? ആമുഖമാണ് താക്കോല്. നെക്സ്റ്റ് വൺ, കേരളത്തിൽ 100 കിലോമീറ്ററിലധികം നീളമുള്ള നദികളുടെ എണ്ണം എത്രയാണ്?
11 100-ലധികം 11. പെരിയാർ കടുവ സങ്കേതത്തിലുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട്? ഇവിടെയാണ് 6. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടുംചോല. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? മാട്ടുപ്പെട്ടി. പഠിച്ചു വെക്കുക. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം 2017. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരമാരാണ്? MD വത്സമ്മ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി കായിക താരം MD വത്സമ്മ. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന വ്യക്തി ആരാണ്? വിദ്യാധരൻ. പദ്ധതിയാണ് വിദ്യാധീരം. അത് മത്സ്യത്തൊഴിലാളികൾ എന്നൊക്കെ ഓർക്കുമ്പോൾ തീരം കൂടെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആരാണ്? ഉപമുഖ്യമന്ത്രി ആരായിരുന്നു? R. ശങ്കർ. നെക്സ്റ്റ് വൺ. കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുത മന്ത്രി K. കൃഷ്ണൻകുട്ടി. നെക്സ്റ്റ് വൺ. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി? അടിമ സമ്പ്രദായം റാണി ഗൗരി ലക്ഷ്മിഭായ് അടിമത്തം കളഞ്ഞത്. കല്ലുമാല സമരം ആരാണ്? അയ്യൻ കാളി. ജാതിക്കുമ്മി എന്ന് പറയുമ്പോൾ KP കറുപ്പൻ. തോൽവർഗ സമരം എവിടെയായിരുന്നു? കാസർഗോഡ്. കുണ്ടറ വിളംബരം എവിടെയാണ്? 1909 കുണ്ടറ വിളംബരം. നെക്സ്റ്റ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? ആൻസർ ഇതാണ്, പയ്യന്നൂര്. അല്ലേ? പയ്യന്നൂർ. ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മുഖാത്ഭുതമെന്ന് വിശേഷിപ്പിച്ചത്? എന്തിനെയായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരം. ഇതിന്റെ സമര നായിക അല്ലേ ഗാന്ധിജി പറഞ്ഞത് ആരെയാണ്? അരുണ അസംബ്ലി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? K. കേളപ്പൻ. പ്രായപൂർത്തിയായ മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്രയാണ്? എത്ര എണ്ണം? അടിച്ചു കളഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം തന്നെ ഉണ്ട്? 32 പണ്ടല്ലേ, ഒഴിഞ്ഞു പോയതാവാം അല്ലേ. പല്ലടിച്ച് തീർപ്പിച്ച് 1032 പല്ല് നമുക്ക് അത് പഠിച്ചു വെക്കണം കേട്ടോ. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യരത്തിൽ മുറിക്കപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ D. ഇതിന്റെ അഭാവത്തിലെ രോഗം ഏതാണ്? റിക്കറ്റ്സ്. COVID-19 രോഗം കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ്? COVID-19 കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഏത് സൂക്ഷ്മജീവിയാണ്? നമുക്കറിയല്ലേ, പെട്ടെന്ന് സ്പ്രെഡായുള്ള പേര് സൂക്ഷ്മജീവിയാണ്, വൈറസാണ്. മനുഷ്യരീരത്തിൽ അന്നഭോഗത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷകഘടകങ്ങളെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? അന്നഭോഗത്തിലെ ഏത് ഭാഗം അല്ലേ, അതാണ് ആഗിരണം ചെയ്യുക. ഏതാണെന്ന്? അത് ചെറുകുടൽ അല്ലേ. നമ്മുടെ വായു വന്നു, വായിൻ്റെ ഇതിൻ്റെ അന്നനാളം അല്ലേ, പെരിസ്റ്റാൾസിസ്. ഇവിടെ അന്നപദം പെരിസ്റ്റാൾസിസ് വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആമാശയം വന്നു അല്ലേ. ആമാശയം കഴിയുമ്പോഴോ HCl ഉണ്ട് അല്ലേ, HCl അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ചെറുകുടൽ വരുന്നു അല്ലേ. ഈ ചെറുകുടലാണ് ആര് കാണപ്പെടുക? വില്ലകൾ എന്ന് പറഞ്ഞ സാധനങ്ങൾ. ചെറിയ ചെറുകുടലിൻ്റെ ഭിത്തിയിൽ എന്തുണ്ട്? ഈ വില്ല എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള ഫിംഗർ പോലെ നമ്മുടെ വിരലിൻ്റെ അകത്തുള്ള സാധനങ്ങൾ ചെറുകുടലിൻ്റെ ഭിത്തിയിലുണ്ട്. തൊലിയുടെ ഭിത്തിക്കകത്തുണ്ട്. എന്തോ വില്ലകൾ എന്ന് പറയും. ഇവരാണ് എന്ത് ചെയ്യുക? നമ്മുടെ ആഹാരത്തിലെ പോഷകഘടകങ്ങളെ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടുക. അത് കഴിഞ്ഞ് ബാക്കി ഭാഗം എന്താണ്? വൻകുടലാണ് വരിക അല്ലേ. വൻകുടൽ വരും, ബാക്കി മലാശയത്തിലേക്കാണ് തുറക്കുക. അത് അപ്പോൾ ദഹിക്കുന്ന ഇവിടെ വെച്ചാണ്. ആമാശയത്തിച്ച് ആഹാരം HCl വെച്ചിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് വെക്കും അല്ലേ. അത് നല്ല സ്മൂത്തി ആയിട്ട് അങ്ങോട്ട് പോകും. ചെറുകുടൽ വഴി പോകുമ്പോൾ അതിൻ്റെ ഭിത്തിയിലുള്ള വില്ലസാണ് എന്ത് ചെയ്യുക? അതിനെ ബ്ലഡിലേക്ക് നമുക്ക് വേണ്ട പോഷകഘടകങ്ങൾ, മീൻസ് ഇത് കാർബോഹൈഡ്രേറ്റ്സും അല്ലേ, അതിനെയൊക്കെ ചെറിയതായ ഗ്ലൂക്കോസാക്കി മാറ്റുന്നുണ്ട്. പിന്നെ മാംസ്യം, പ്രോട്ടീൻസിനെ അതിന് അമിനോ ആസിഡ്സ് ആക്കി മാറ്റും. അങ്ങനെ ഫാറ്റ്, ഗ്ലിസറോൾസും ഒക്കെ ആയിട്ട് മാറ്റും, ഫാറ്റി ആസിഡൊക്കെ ആയിട്ട് മാറ്റും. അപ്പം അങ്ങനെ ചെറിയ കണങ്ങളാക്കി എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ രൂപത്തിലാണ് എന്ത് ചെയ്യുക? ഈ വില്ലകൾ ബ്ലഡിലേക്ക് ഇതിനെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ സാംശീകരിച്ച് കൊണ്ടുപോവുക. ഓക്കെ, നെക്സ്റ്റ് വൺ. മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? താഴെയുള്ള കുട്ടി. ആൻസർ നമ്മൾ എഴുതും താലോലം. സങ്കീർണം തക്കാളി ആരാണ്? അക്ഷയ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം
ഇവിടെ സ്ഥിതി ചെയ്യുന്നു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, കാസർഗോഡ്. മണ്ണില്ലാത്ത കൃഷി ചെയ്യുന്ന രീതി ഏതാണ്? മണ്ണില്ലാത്ത കൃഷി രീതി ഏതാണ്? ഹൈഡ്രോപോണിക്സ്. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ഏതാണത്? ഇക്കോളജി. സൈറ്റോളജി എന്താണ്? സൈറ്റോളജി എന്ന് പറയുമ്പോൾ എന്താണ്? സെല്ലുകളെ കുറിച്ചുള്ള പഠനം, കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി എന്ന് പറഞ്ഞാൽ അല്ലേ. ബയോളജി എന്താണ്? ബയോളജി ജീവജാലങ്ങളിൽ എല്ലാവരെയും കുറിച്ച്, ജീവനുള്ളവയും ജീവനില്ലാത്തവയും എല്ലാത്തിനെയും കുറിച്ചുള്ള പഠനമാണ് ബയോളജി. സുവോളജി എന്ന് പറയുമ്പോൾ എന്താണ്? ആനിമൽസ് മാത്രം അല്ലേ, ആനിമൽ വർഗത്തിനെ കുറിച്ച്, മൃഗങ്ങളെക്കുറിച്ച് മാത്രം. മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ വരിക? ജന്തുലോകത്തെക്കുറിച്ച് പഠിക്കുന്നതാണെന്ന് അല്ലേ, ആനിമൽ ലോകം, ജന്തുലോകത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് സുവോളജി. ബയോളജി വരുമ്പോൾ സസ്യങ്ങളും ഉണ്ട് ജന്തുക്കളും ഉണ്ട്. ഇക്കോളജി എന്ന് പറയുമ്പോൾ എന്താ? ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങൾ ചുറ്റുപാടും തമ്മിലല്ലേ, അതെല്ലാം കൂടി പഠിക്കുന്നതാണ് ഇക്കോളജി. ഇക്കോളജി എന്ന് പറയും അല്ലേ. നെക്സ്റ്റ് വൺ, റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ്? റെഡ് ഡേറ്റ ബുക്കിലെ ചുവന്ന ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കണം? വംശനാശ ഭീഷണി നേരിടുന്നവ അല്ലേ. എല്ലാ ഫോറസ്റ്റിലും എന്തുണ്ടാവും? കുറച്ച് നമ്പർ ജീവജാലം കാണില്ലേ, അവരുടെ നമ്പർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് ജീവിക്കാൻ ചുറ്റുപാടില്ല അല്ലേ. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അപ്പോൾ നമ്മൾ അവളെ എന്ത് ചെയ്യുന്നു? ഒരു 100 കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിൽ അവർ നമ്മൾ ഡേറ്റ ഉൾപ്പെടുത്തി അവർക്ക് സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ആഴത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഈ ശാസ്ത്രജ്ഞനാണ് റുദർഫോർഡാണ്. സൗരയൂഥം റുദർഫോർഡ്. കലാമിൽ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൽ സിങ്ക്. പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും? അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് കാണപ്പെടുക? 18ാം ഗ്രൂപ്പിലാണ് അലസവാതകങ്ങൾ കാണപ്പെടുക. 18ാം ഗ്രൂപ്പിലാണ് അലസവാതകം കാണപ്പെടുക. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏക ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം? ഏക ആറ്റോമിക തന്മാത്ര, ഒരാറ്റം മാത്രമുള്ളവ. ഹീലിയം അല്ലേ, ഹൈഡ്രജൻ H2, Cl2, O2, ബാക്കി He, ഹീലിയം. നെക്സ്റ്റ് വൺ, LPGയിലെ മുഖ്യ ഘടകം ഏതായിരിക്കും? LPGയിലെ മുഖ്യ ഘടകം ഏതായിരിക്കും? LPGയിലെ മുഖ്യ ഘടകം ഏതായിരിക്കും? ആൻസർ നമുക്ക് എന്ത് പറയാം? ബ്യൂട്ടൈൻ. ഇത് പറയാം ബ്യൂട്ടൈൻ. നെക്സ്റ്റ് വൺ, ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ഊർജത്തിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? ഊർജം, ജൂൾ. സദിശ അളവിന് ഉദാഹരണം ഏതാണ്? സദിശ അളവിന് ഉദാഹരണം ഏതാണ്? ത്വരണം. കടൽക്കാറ്റുണ്ടാകുന്നതിന് കാരണമായ താപപ്രക്രിയ ഏതാണ്? സംവഹനം. നെക്സ്റ്റ്, ഒരു ഗോളി ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരവും ആ ദർപ്പണത്തിൻ്റെ വക്രതാരവും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ആൻസർ എന്താണ്? F=R/2 എന്നാണ്. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ നന്നായി പഠിക്കും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻസുമായിട്ട്. സബ്സ്ക്രൈബ് ചെയ്തതുപോലെ